ഇതമറിവെന്നതിലാദ്യമാമിതെന്നുള്ളത് സമ തൻ്റെ വിശേഷമാണു ബോധം. മതി മുതലായവയൊക്കെ മാറി മേൽ സദ്ഗതി വരുവാനിതിനെ ഭജിച്ചിടേണം. ഇതം അറിവ് എന്നതിൽ, ഇതമറിവെന്നതിൽ, ഇതം ഇത് അറിവെന്നതിൽ, അറിവെന്നതിൽ എന്ന് പറഞ്ഞാൽ ഇത് ബോധമാണ്. ഈ ബോധത്തിൽ എന്നതിൽ ഇവിടെ പറയുന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് നേരത്തെ പറഞ്ഞുവല്ലോ. തത് എന്ന് പറഞ്ഞാലും തത് ശബ്ദത്തെയും ഇതം ശബ്ദത്തെയും ഇവിടെ നമ്മൾ വ്യവഹരിക്കാൻ ഉപയോഗിക്കുന്ന ഇതും അതും എല്ലാം. ഇതമറിവെന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത്, ഇത് എന്ന് പറയുന്നിടത്ത് ആദ്യം കാണുന്ന ഇതെന്ന പദം സമ, സമയിലെ ആ ഏതാണോ ഗുരു സമ എന്ന് ഇതുവരെ പറഞ്ഞത് അതിനെ സാമാന്യത്തെ വെളിപ്പെടുത്തി തരുന്നതാണ് പറയാം. സമയിലെ സമ എന്ന് പറയാം. തുടർന്ന് തൻ്റെ വിശേഷമാണ് ബോധം, മതി മുതലായവയൊക്കെ അതിലെ വിശേഷമാണ്. ആ വിശേഷത്തെ വെളിപ്പെടുത്തുന്നതാണ് എന്താ? ബോധം. ഇവിടെ ഗുരു ആദ്യമായിട്ടാണ് ഈ ആത്മോപദേശ ശതകത്തിൽ ഇവിടെയാണ് ബോധം എന്ന ശബ്ദം ഉപയോഗിക്കുന്നത്. അറിവിനെ ബോധം എന്ന് പറയാം. ഇതെന്താണ്? ബോധമാണ്. മതി മുതലായവയൊക്കെ നേരത്തെ ഇവിടെ പറഞ്ഞു. എന്താണ് മതി മുതലായവ? എന്തൊക്കെയാ മതി മുതലായ? പ്രാണൻ, അഹങ്കാരം, അന്ധക്കരണം എന്ന് പറയാം, ബുദ്ധി, മനസ്സ് ഇത്യാദികളൊക്കെ മതി മുതലായവയൊക്കെ മാറി എന്ന് പറഞ്ഞാൽ മറഞ്ഞ് സദ്ഗതി വരുവാൻ, മാറി സദ്ഗതി വരുവാൻ, ആ ശരിയായിട്ടുള്ള സദ്ഭാവത്തെ പ്രാപിക്കാൻ, അല്ലെങ്കിൽ അതായിത്തീരാൻ, അത് സാധ്യമായി തീരാൻ ഇതിനെ ഭജിച്ചിടേണം. ഏതിനെ? ഈ സമയെ ഭജിച്ചിടേണം എന്ന് പറയാം. അപ്പം ഗുരു ഇവിടെ പറയുന്നത് വളരെ ലളിതമായി. ഇവിടെ നമ്മളൊരു ഇത് കുടമെന്ന് പറയുന്നത് പോലെ നമ്മളെ വ്യവഹരിക്കുന്നുണ്ട്. എങ്ങനെയാ വ്യവഹരിക്കുന്നത്? നമ്മളെ അതായത് എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക്, എൻ്റെ നാക്ക്, എൻ്റെ ത്വക്ക്, എൻ്റെ ചെവി, നമ്മുടെ ശരീരത്തിലെ ഏത് അവയവങ്ങളെ എടുത്ത് അങ്ങനെ സ്കാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ഇതെൻ്റെ സ്കാനിങ് റിപ്പോർട്ടാണ്. അപ്പോൾ എൻ്റെ കുടൽ അല്ലെങ്കിൽ എൻ്റെ വൻകുടൽ, എൻ്റെ ചെറുകുടൽ എല്ലാറ്റിനെയും നമ്മൾ എൻ്റെ എന്ന് ചേർത്തിട്ടാണ് പറയാറ്. അപ്പോൾ എൻ്റേത് എന്നിൽ നിന്ന് അന്യമാണ്. ഇതിങ്ങോട്ട് മനസ്സിലാക്കി മുന്നിലേക്ക് പോയാൽ വേഗം ശ്ലോകം മുന്നോട്ട് പോകും. എൻ്റേത് എന്ന് പറയുന്നത് എന്നിൽ നിന്ന് അന്യമാണ്. എൻ്റെ വാച്ച് അല്ലേ, എൻ്റെ വാച്ച് എന്നിൽ നിന്ന് അന്യമാണ്. അതുകൊണ്ട് ഞാൻ വാച്ചല്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാറ്റിനെയും നാം എൻ്റേത് എന്നാ പറയാറ്. എനിക്ക് തലവേദനിക്കുന്നു എന്നല്ലേ പറയാറ്? ഞാൻ തലവേദനയാകുന്നു എന്നാരെങ്കിലും പറയാറുണ്ടോ? ഡോക്ടറെ ഞാൻ തലവേദനയാകുന്നു ആരും പറയാറില്ല. കാരണം എൻ്റെ തല വേദനിക്കുന്നു, എൻ്റെ കൈ വേദനിക്കുന്നു. അപ്പം നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും എല്ലാം എന്താണ്? എൻ്റേതാണ്. എൻ്റേത് എന്നിൽ നിന്ന് അന്യമാണ്. ഇത് സാമാന്യ ബുദ്ധിയാണ്. എൻ്റേത് എന്ന് പറയുന്നത് ഒരിക്കലും ഞാനല്ല. എൻ്റേത് ഞാനാണ് എന്ന് നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ? ഒരിക്കലും പറയില്ല. അതുകൊണ്ട് തന്നെയാണ്, ഇതാണ് നേരത്തെ ഇത് കുടം എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. എന്തിനാ ഈ കുടം എന്ന് പറഞ്ഞത്? നമ്മൾ വിചാരിക്കും എന്തിനാ ഇപ്പം എത്ര നേരം കുടത്തിൻ്റെ കാര്യം, ഇതൊക്കെ ആർക്കാ അറിഞ്ഞുകൂടാത്തത്? കുടത്തിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല, നമ്മുടെ കാര്യത്തിൽ വരുമ്പോഴാണ് അതുകൊണ്ടാണ് ഗുരു ഇത് പറഞ്ഞത്. അപ്പം ഇത് കൈ, ഇത് വിരൽ, ഇത് മൂക്ക്, ചെറിയ ക്ലാസ്സിൽ ഇങ്ങനെ പഠിക്കുന്നുണ്ടല്ലോ, ഇത് കണ്ണ്, ഇത് ആരുടേത്? എൻ്റേത്. അപ്പോൾ വാച്ച് പോലെ, കണ്ണാടി പോലെ, എൻ്റെ പുസ്തകം, എൻ്റെ വാഹനം എന്ന് പറയുന്നത് പോലെ എൻ്റേത് എന്നാണ് പറയുന്നത് നമ്മൾ ഇപ്പോൾ വ്യവഹരിക്കും. അപ്പം എൻ്റേത് എന്നിൽ നിന്ന് അന്യമാണ്. അപ്പം ശരീരം എൻ്റേതാണ്, ഞാൻ ശരീരമല്ല. മനസ്സ് എൻ്റേതാണ്, ഞാൻ മനസ്സല്ല.
ബുദ്ധി എൻ്റേതാണ്, ഞാൻ ബുദ്ധിയല്ല. അപ്പോൾ ഇവിടെ തന്നെ ഒരു സമയെയും അന്യയെയും കിട്ടാൻ തുടങ്ങിയോ? പുറത്തുനിന്ന് പറഞ്ഞിട്ട് അകത്തേക്ക്. ഇത് ബോധിപ്പിക്കാനാണ് ഇത്ര നേരം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇനി തുടർന്ന് പറയാൻ പോണത്. അപ്പം എൻ്റേത് എന്നിൽ നിന്ന് അന്യമാണ്. അപ്പം ശരീരം എൻ്റേതാണ്, ഞാൻ ശരീരമല്ല. മനസ്സ് എൻ്റേതാണ്, ഞാൻ മനസ്സല്ല. ബുദ്ധി എൻ്റേതാണ്, ഞാൻ ബുദ്ധിയല്ല. അപ്പോൾ ഇവിടെ തന്നെ ഒരു സമയെയും അന്യയെയും കിട്ടാൻ തുടങ്ങിയോ? പുറത്തുനിന്ന് പറഞ്ഞിട്ട് അകത്തേക്ക്. ഇത് ബോധിപ്പിക്കാനാണ് ഇത്ര നേരം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇനി തുടർന്ന് പറയാൻ പോണത്. നോക്കാം നമുക്ക്.